Hello friends, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി AJ Vlogs and Cookery-യിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ നാടൻ കുമ്പിളപ്പമാണ്. നമ്മുടെ കൂഴച്ചക്കയും വെച്ചിട്ട് ഉണ്ടാക്കിയ നാടൻ കുമ്പിളുകുത്തിയ കുമ്പിളപ്പമാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ എൻ്റെ അമ്മയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് കുമ്പിളപ്പം ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ആദ്യം കുമ്പിളപ്പത്തിന് ഇതിൻ്റെ നാര് അല്ലേ, വല എന്നാണ് പറയുന്നത്. അപ്പോൾ കൂഴച്ചക്കയാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ കൂഴച്ചക്കയുടെ വല അല്ലെങ്കിൽ നാര് ഇതുപോലെ കൈ കൊണ്ടെടുത്ത് കളയണം. ഇതാണ് ആദ്യത്തെ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ആ ഒരു പൾപ്പ് മാത്രമായിട്ട് വേറിട്ട് അതിൻ്റെ ആ നാരല്ലെങ്കിൽ ഞങ്ങളുടെ ഇവിടെ ഒക്കെ വല എന്നാണ് പറയുന്നത്, അതിങ്ങനെ മാറി മാറി വരും. അപ്പോൾ ചക്കയെല്ലാം അരിച്ചെടുത്ത് അതിൻ്റെ നാര് അല്ലെങ്കിൽ പിഷടെല്ലാം കളഞ്ഞ് ഇനി നമ്മൾ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ അരിപ്പൊടി ഇല്ലെങ്കിൽ ഇടിയപ്പത്തിൻ്റെ പൊടിയാണെങ്കിലും മതി. എന്നിട്ട് ഇടിയപ്പത്തിൻ്റെ പൊടി നന്നായിട്ട് ചേർത്ത് കൊടുക്കണം. ഇതൊരു തിക്കായിട്ടിരിക്കണോ, ഏകദേശം ഒരു അയഞ്ഞ ഒരു കുമ്പിള് കുത്താൻ പാകത്തിലുള്ള ആ ഒരു പരുവത്തിൽ. ഇതാ ഈ ഒരു പരുവായിരിക്കണം. അമ്മ അതൊന്ന് എടുത്ത് കാണിച്ചു കൊടുത്ത്. ഇതാ ഇടുമ്പോൾ ഇതാണ്ട് ഈ ഒരു പരുവായിരിക്കണം. ഒത്തിരി അങ്ങ് ലൂസും ആകരുത്, ഒത്തിരി അങ്ങ് ഹാർഡും ആകരുത്. ഈ ഒരു പരുവായിരിക്കും. ഇനി അടുത്തതായിട്ട് നമ്മൾ തേങ്ങാപ്പീരയാണ് ഇടുന്നത്. തേങ്ങ ചിരകി വെച്ചേക്കുന്നത് ഒരു ഫുള്ള് തേങ്ങ ചിരകിയത് മൊത്തമായിട്ട് നമ്മൾ ചേർത്ത് തുടങ്ങും. ഇതിപ്പോൾ 500 ഗ്രാം പൊടിക്കുള്ളതാണ് പറയുന്നത്. ഒരു തേങ്ങ മൊത്തം ചിരകിയത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി അടുത്തത് ചേർക്കാൻ പോകുന്നത് ഒരു 1/2 ടീസ്പൂൺ അല്ലേ, 1/2 ടീസ്പൂണോളം ചുക്കുപൊടി ചേർക്കും. ഒത്തിരി ചുക്കുപൊടി ആയിപ്പോരാ, ചുക്കിന്റെ ആ ഒരു രുചി എടുത്തറിയും. അപ്പൊ ഇതിന് ഇനി നിങ്ങൾ ആവശ്യത്തിന് നമ്മൾ ഈ ചക്കയുടെ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ പിഷർ എടുക്കാൻ മാറ്റം കളയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപ്പൊന്നും ചേർക്കുന്നില്ല. നിങ്ങളപ്പോൾ ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾ ചേർത്തോണം. അതുപോലെ തന്നെ മധുരം നോക്കണം. ഇതിനിപ്പോൾ ആവശ്യത്തിന് മധുരം ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ശർക്കരയോ അല്ലെങ്കിൽ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പ്രധാനമായിട്ട് ജീരകവും ഏലക്കായും കൂടും പൊടിച്ചത്. ജീരകം എന്ന് പറയുമ്പം എന്തോ ജീരകം, നല്ല ജീരകം. ഇതെല്ലാം ആവശ്യത്തിന് മാത്രം, നിങ്ങളുടെ ആ ഒരു രുചിക്ക് അനുസരിച്ച് വേണം ചേർക്കാൻ. അതുകൊണ്ടാണ് അളവ് പറയാത്ത. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനിയും കുമ്പിള് കുത്തി നമ്മൾ വേവിക്കാൻ വെക്കത്തേ ഉള്ളൂ. ഇതായിരിക്കും ആ ഒരു പരുവം. ഇനി നമുക്കിത് കുമ്പിള് കുത്തിയെടുക്കാം. അപ്പൊ ഇതാണ് കുമ്പിള് കുത്താൻ ഉപയോഗിക്കുന്ന വഴനയില. ഇതില്ലാത്തവർക്ക് സാധാരണ ഇതിലാണ് കുമ്പിള് കുത്തി എടുക്കുന്നത്. കാരണം ഇതിന്റെ ആ ഒരു വഴനയിലയുടെ ആ ഒരു രുചിയും ആ ഒരു ടേസ്റ്റും കൂടി നമുക്ക് ആ ഒരു കുമ്പിളിൽ കിട്ടും. അപ്പോൾ ഇനി ഇത് ഉപയോഗിച്ച് നമ്മൾ കുമ്പിള് കുത്തിയാണ് എടുക്കുന്നത്. ഇങ്ങനെയാണ് കുമ്പിള് കുത്തുന്നത്. ഒന്നുകൂടെ കാണിച്ചു തരാം, എന്നോട് നിവർത്തി കാണിച്ചേ. ഇങ്ങനെ നിവർത്തി പിടിച്ചിട്ട് അടിയിലത്തെ ഈ പോർഷൻ നമ്മൾ ഇതുപോലെ വളച്ച് ഇങ്ങനെയാണ് കുമ്പിള് കുത്തുന്നത്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഈ ചക്കയുടെ കൂട്ടും കൂടും നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ചേർക്കും. എന്നിട്ട് മോളുവശം കൊണ്ട് ഇതിൻ്റെ അകത്തോട്ടാക്കി വെക്കും. ഇങ്ങനെയാണ് നമ്മൾ കുമ്പിള് കുത്തിയെടുക്കുന്നത്. ഇരിക്കുന്നതെല്ലാം ബാക്കിയിരിക്കുന്ന കുമ്പിളലയും വെച്ച് ഞങ്ങൾ കുമ്പിള് കുത്തി. അപ്പൊ ഞങ്ങള് കുമ്പിളെല്ലാം കുത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇഡലി പാത്രത്തിൻ്റെ അകത്ത് നമ്മൾ വേവിച്ചാണ് എടുക്കുന്നത്. എല്ലാ കുമ്പിളപ്പവും ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ഇത് അടച്ചു വെച്ച് ഏകദേശം 30-35 മിനിറ്റോളം നമ്മൾ അടച്ചു വെച്ച് വേവിക്കണം. അപ്പൊ ഇനി വേവിച്ചിട്ട് ഞാൻ സെർവ് ചെയ്യും. അപ്പൊ നല്ല അടിപൊളി കുമ്പിളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുണ്ട്, ഞാനൊരു 2 മാത്രമേ എടുത്തു വെച്ചിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇവിടെ ഇങ്ങനെ തുറന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്താണ് ഇത് കഴിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി. ഇത് പ്രത്യേകിച്ച് നമ്മൾക്ക് എന്തോ മുക്കി കഴിക്കാൻ ചമ്മന്തി അങ്ങനെയൊന്നും വേണ്ട. നല്ല
നല്ല രുചിയാണ്. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ആ ഒരു ചക്കയുടെ ആ ഒരു മധുരമൊക്കെ കൊണ്ട് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. 4 മണി പലഹാരമായിട്ടോ അല്ലെങ്കിൽ രാവിലത്തെ പലഹാരമായിട്ടോ എന്ത് വേണമെങ്കിലും ആയിട്ട് കഴിക്കാം. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ചിലരിത് വാഴയിലക്കകത്ത് ചെയ്യും. കാരണം ഈ ഒരു കുമ്പിള് കുത്തുന്ന കുമ്പിളില അല്ലെങ്കിൽ വഴനയില കിട്ടാത്തവർ നിങ്ങൾക്ക് അങ്ങനെയും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കൂടെ കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. സൈഡിലുള്ള ബെല്ലൈക്കണയിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ആക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെന്താ അടുത്ത വീഡിയോയിൽ കൂടെ കാണുന്നിടം വരെ ബൈ, ടേക്ക് കെയർ.